ഞാൻ വരാം. ഓക്കെ. ഓക്കെ 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 ചേട്ടൻ താങ്ക് യു ഫുള്ള് ഷിജുട്ടാ. കൊടുത്തില്ല. ആ ഓക്കെ, കുറച്ചും കുഴപ്പമില്ല. കൂടെ ആ, ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ഭാഗം കൂടെ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് ബാസിറ്റോണും കുറച്ച് കഴിയുമ്പോഴത്തേക്കും തീരും. ഇതും കംസഫേജും തീരും. ഓക്കെ ഏതായാലും നമുക്ക് ഓക്കെ പേജ് നമ്പർ 255 കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നിർത്തിയത്. ഫാദർ എഡ് ഡൗളിങ്, അതായത് നമ്മുടെ ബിൽ ഡബ്ല്യുവിന്റെ സ്പിരിച്വൽ സ്പോൺസറായ ഫാദർ ഡൗളിങ് സംസാരിക്കുന്ന ഭാഗത്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആ ഭാഗത്തേക്ക് ഒന്നുകൂടി ഒന്ന് പോകാം. ആം, അദ്ദേഹം തുടക്കം തന്നെ ഐ ഫോർഗോട്ട് ടു ബ്രിങ് മൈ സ്റ്റോർ ടീത്ത് എന്നാണ്. അതായത് വെപ്പ് പോലും കൊണ്ടുവരാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കർച്ചീഫ് ഉയർത്തി കാട്ടണം, അന്നേരം ഞാനത് കൂടുതൽ ക്ലാരിഫൈ ചെയ്യാന്നൊക്കെ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയതിന് ശേഷം ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ടു ഹിം എന്നുള്ള ആ വാക്ക് എങ്ങനെ നമുക്ക് ലഭിച്ചു, എന്താണ് അതിനെപ്പറ്റി ഒരു പുരോഹിതൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ആൽക്കോളിസമസിനെ മനസ്സിലാക്കുന്ന ഒരാളെന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വീണ്ടും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോകാതെ 3 പാരഗ്രാഫ് ഓളം പുള്ളി സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആൽക്കോളിസ് അനോണമസ് നോട്ട് മിയർലി ആൽക്കോളിസ്, അതായത് ആൽക്കോളിസ് അനോണമസ് എന്ന് പറയുന്നത് ഒരു കൂട്ടം മദ്യാസക്തരല്ല. അത് ആൽക്കോളിസ് അനോണമസ് എന്ന് പറയുന്ന ഒരു ഫെലോഷിപ്പാണ്, ഒരു സംഘടനയാണ്. ബിൽ ഡബ്ല്യു എന്നിലെ ഒരു ബാഹ്യ ശത്രുവിനെ കുറിച്ച്, അതായത് ജോൺ ബാർലിക്കോണിനെ കുറിച്ച് നിങ്ങളോട് സംസാരിച്ചു കാണും. ജോൺ ബാർലിക്കോൺ, നമുക്കറിയാം, മദ്യത്തിന്റെ മറ്റൊരു അപരനാമമാണ് ജോൺ ബാർലിക്കോൺ. അയാൾ കൂടുതൽ ക്രൂരനാണ്, എപ്പോഴും നമ്മെ പരിഹസിക്കുന്ന ഒരു വ്യാജൻ. അയാൾ യഥാർത്ഥത്തിൽ ഒരു വ്യാജനല്ല. ഞാൻ കരുതുന്നത് എല്ലാ ഗ്രൂപ്പുകളിലും ഒരു കണ്ണു മഞ്ഞളിച്ച സദാചാരക്കാരനുണ്ട്. അടുത്ത യോഗ്യത, തേർഡ് ക്വാളിഫിക്കേഷൻ പറയുന്നത്, നമ്മളെല്ലാവരും അജ്ഞേയവാദികളാണ്, അല്ലെങ്കിൽ അഗ്നോസ്റ്റിക്സ് ആണ് എന്നതാണ്. എയിൽ ഗുണപരമായ ധാരാളം ഗ്രൂപ്പുകളുണ്ട്. പഴയകാല മതസത്യങ്ങളെ പ്രയോഗത്തിലാക്കാൻ കഴിയാത്ത ധാരാളം ഭക്തന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അതായത് മതങ്ങൾ പറയുന്ന ചില തത്വങ്ങൾ അല്ലെങ്കിൽ ആ സത്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രയോഗത്തിലാക്കാൻ കഴിയാത്ത ധാരാളം ഭക്തന്മാരും നമ്മുടെ ഇടയിലുണ്ട്. പ്രയോഗത്തിൽ അതിൽ പറഞ്ഞു വരുമ്പോൾ അവരും അജ്ഞേയവാദികൾ തന്നെയാണ്. നല്ല ശമരിയക്കാരൻ വരുന്നതിന് മുമ്പ് ആ മനുഷ്യനെ കുഴിയിൽ ഉപേക്ഷിച്ച പുരോഹിതനെ പോലെയുള്ളവരാണ് അവർ. എൻ്റെ ഒരു നല്ല പുരോഹിത സുഹൃത്ത് ഒരിക്കൽ പറഞ്ഞു, നാം സ്വർഗത്തിലെത്തുമ്പോൾ ആദ്യം പറയാനിടയുള്ള കാര്യം, ദൈവമേ, ഇതെല്ലാം സത്യമാണോ എന്നാണ്. നാം എല്ലാം തന്നെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ വഴുക്കലുള്ളവരാണ്, അല്ലെങ്കിൽ തെന്നലുള്ളവരാണ്. കറതീർന്ന ആത്മാർത്ഥതയുള്ള അജ്ഞേയവാദികൾ യഥാർത്ഥത്തിൽ ആത്മീയ കടമ്പകളിൽ ബുദ്ധിമുട്ടുന്നവരാണ്. അപ്പൊ ആൽക്കോളിസമസിൽ അങ്ങനെ വരുന്ന ആളുകളുടെ മൂന്നാമത്തെ ക്വാളിഫിക്കേഷനെ പറ്റി അദ്ദേഹം പറയാണ്, അവരെല്ലാവരും തന്നെ, ഒട്ടുമിക്കവരും തന്നെ അഗ്നോസ്റ്റിക്സ് ആണെന്നാണ്. അപ്പൊ അടുത്ത വാക്ക് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ദ നെക്സ്റ്റ് വേർഡ് ഈസ് അണ്ടർസ്റ്റാൻഡ്. As we move from an obscure and confused idea of God to a more clear and distinct idea, I think we should realize that our idea of God will always be lacking, always to a degree be unsatisfying, because to understand and to comprehend God is to be equal to God. But our understanding will grow. I am sure that Bill sitting in that chair and Dr. Bow, whose angel is probably sitting on that oddly misplaced empty chair, are growing in the knowledge of God. There is an old German saying that applies here. Very few of us know how much we have to know in order to know how little we know. I am sure Dr. Bob and Bill would certify to that. നാം എല്ലാം തന്നെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ വഴുക്കലുള്ളവരാണ്, കറതീർന്ന ആത്മാർത്ഥതയുള്ള അജ്ഞേയവാദികൾ. യഥാർത്ഥത്തിൽ ആത്മീയ കടമ്പയിൽ നമ്മൾ ബുദ്ധിമുട്ടുന്നവരാണ്. ഈശ്വര, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? ഈ ഹാളിൽ യഥാർത്ഥത്തിൽ സുബോധം ആഗ്രഹിച്ചവർ ആരെങ്കിലും ഉണ്ട് എന്നെനിക്ക് സംശയമുണ്ട്. കുടിയിൽ നിന്ന് രക്ഷപ്പെടാനേ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാകൂ എന്നാണ് ഞാൻ കരുതുന്നത്. സുബോധത്തിലെത്താൻ അവർ ആഗ്രഹിക്കാൻ സാധ്യത കുറവാണ്. കാരണം നിഷേധത്തെ പുച്ഛിക്കണം എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ എപ്പോഴെങ്കിലും സ്വർഗത്തിൽ എത്തുന്നുണ്ടെങ്കിൽ അത് നരകത്തിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടലാണ് എന്നെനിക്ക് തോന്നുന്നത്. ഇത്തരത്തിൽ സ്വർഗം വിരസമാകുന്നത് പോലെ കുടി നിർത്തുന്നതിന് 10 മിനിറ്റ് മുമ്പ് സുബോധവും കുടിയന് വിരസമായിരിക്കും. എന്തായാലും അനുകൂല നിലപാടുകളും ഉണ്ട്. 12-ാം പടിയിൽ ഒന്നുണ്ട്,
നമ്മുടെ പഴമക്കാർ ഉണർവിന് വേണ്ടി തങ്ങളുടെ അനുഭവം ഉപേക്ഷിച്ചത് ഞാൻ വിലപിക്കാറുണ്ട്. അനുഭവം ഒരു വഴിയാണ്. 12 പടിയിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. 2-ാം പടിയിൽ മറ്റൊരു വിധത്തിൽ അനുഭവങ്ങൾ 2 വിധേയത്തിലാകാം. Here is a negative approach from agnosticism. This was the approach of Peter, the apostle. Lord, to whom shall we go? I doubt if there is anybody in that hall who really oversought sobriety. I think we were trying to get away from drunkenness. I don't think we should display the negative. I have a feeling that if I ever find myself in heaven, it will be Focus on creating a positive, welcoming environment. it will be from backing away from hell. At this point, heaven seems to be boring as sobriety does to an alcoholic 10 minutes before he quits. നമ്മളത് വായിച്ചാണ് 10 മിനിറ്റ് മുമ്പ് കൂടി നിൽക്കുന്ന 10 മിനിറ്റിന് മുമ്പ് പോലും സുബോധത്തില് പോലും കുടിയന് വിരസമാകാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മൾ സ്വർഗത്തിലെത്തിയാൽ പോലും നരകത്തിൽ നിന്നുള്ള രക്ഷപ്പെടലാണ് എന്ന് മാത്രമേ നമുക്ക് തോന്നാറുള്ളൂ. അപ്പോൾ however, there are positive approaches, and the 12 steps mentions one, experience. I still weep that the elders of the moment have dropped the word experience for awakening. Experience is step in another way. Now experience can be of 2 kinds. One kind is a sudden passive insight like Bill's experience, and like the grapevine story of that Christmas Eve in Chicago. Those are all in the valid pattern of Saul's sudden passive insight as he was struck from his horse on the road to Damascus. There are other types, probably dearer to God, since they are commoner, and those are our routine, active observations. I am sober today. This meeting this morning, this convention this week, as experience distills and condenses have been born of suffering. The other night, Bernard Smith, chairman of AS Trustees, I get that hierarchy all mixed up, said something which to me was so good that I took it down. He said, the tragedy of our life is how deep must be our suffering before we learn the simple truth by which we can live. അപ്പോൾ എന്തായാലും അനുകൂല നിലപാടുകളുണ്ട്. 12-ാം പടിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്, അനുഭവം അല്ലെങ്കിൽ എക്സ്പീരിയൻസ്. നമ്മുടെ പഴമക്കാർ ഉണർവിന് വേണ്ടി അനുഭവം ഉപേക്ഷിച്ചതിൽ ഞാൻ വിലപിക്കാറുണ്ട്. അനുഭവം ഒരു വഴിയാണ്. 12 പടിയിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. 2-ാം പടിയിൽ മറ്റൊരു വിധത്തിലും അത് സൂചിപ്പിക്കുന്നു. അനുഭവങ്ങൾ 2 വിധത്തിലാകാം. ഒന്ന് വളരെ പെട്ടെന്ന് ബില്ലിനുണ്ടായതുപോലെയും ചിക്കാഗോയിലെ ക്രിസ്മസ് തലേന്ന് ഗ്രേപ്പ് വൈൻ കഥ പോലെയും നിഷ്ക്രിയമായ ഒരു ഉൾക്കാഴ്ച, അല്ലെങ്കിൽ ഡമാസ്കസിൽ വെച്ച് സാവൂൾ രാജാവ് കുതിരപ്പുറത്തുനിന്ന് വീണപ്പോൾ ഉണ്ടായ ഉൾക്കാഴ്ച പോലെ മറ്റു വഴികളും ഉണ്ട്. ദൈവത്തിന് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാരണം ഇത് സാധാരണമാണ്. ഞാൻ ഇന്ന് സുബോധാവനായതിൽ ഈ മീറ്റിംഗിൽ ഇന്ന് രാവിലെ ഈ സമ്മേളനത്തിൽ യാത്രകളുടെ അനുഭവങ്ങൾ പാകപ്പെടുത്തിയെടുത്തതാണ്. കഴിഞ്ഞ രാത്രി എയുടെ ചെയർമാൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ്. ഞാനത് കുറിച്ചെടുത്തു. ലളിതമായ സത്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നാം എത്രമാത്രം സഹിക്കേണ്ടി വരുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ ദുരിതം വിറ്റാക്കർ ചാമ്പേഴ്സ് അറിയപ്പെടുന്ന ഒരു കഥാപാത്രമാകുന്നതിന് മുമ്പ് അദ്ദേഹം ടൈമിൽ ആയിരുന്നു. പിന്നീട് ലൈഫിൽ അദ്ദേഹം സാത്താൻ എന്ന പേരിൽ ഒരു ലേഖനം എഴുതി. ചെകുത്താനെ ഉദ്ധരിച്ചുകൊണ്ട് വിറ്റാക്കർ ചാമ്പേഴ്സ് പറയുന്നു, ഇപ്പോഴും ആ കുള്ളൻ ഭീകരന് സാത്താന്റെ മേലൊരു മേൽക്കൈയുണ്ട്. അവർ സഹിക്കുന്നുണ്ട്, പക്ഷെ സ്വർഗീയ മുദ്ര ലഭിക്കാൻ പാകത്തിൽ സഹിക്കാനുള്ള കഴിവ് അവനില്ല. Sometime before Whittaker Chambers became a well-known character in his sister publication, he was on time. Then he wrote in Life an article called The Devil, quoting Satan. Whittaker Chambers says this, and yet it is at this very point that monstrous midget still has the edge on the devil. He suffers. Not one man, however base, quite lacks the capacity for the specific suffering, which is the seal of his divine commission. The second approach to understanding is mentioned in the second step, came to believe. I have known some of my Catholic friends who at the step said, well,
I believe already, so I don't have to do anything. And in a great burst of kindness, they kept on drinking to let the Protestants catch up with them. Belief is capitalizing on the experience of others. Blessed are the lazy, for they shall find their shortcuts. The world can now capitalize on the AA experience of 2 decades. Newman says that the essence of belief is to look outside ourselves. Dr. Tybot seems to think that psychiatrically, the great problem is the turning of our affection away from self outward. Faith is hard and as easy as sobriety, and has been called the greatest of our undeveloped resources. What experience should we seek? What beliefs should we accept in our quest for God? The third word then would be God. Bill Early wrote a letter, I have it, in which he said, how far the alcoholic shall work out his dependence on God is none of his business, whether it is in a church or not in a church, whether it is in that church or this church, is none of his business. In fact, he implied, I don't think it's any of the members' business, it's God's business. And the AS business is charted in the 11th step. Seek through meditation and prayer to find God's will and seek the power to follow it out. I would like to share with you what I have found to be God's will. I believe the problem which half the people in this room have hard in attaining sobriety. I have hard in attaining belief and faith. Where do you start? Well, I believe there's something to be said about starting at the nearest manifestation of God. Where is God nearest to me? Francis Thompson answers in his poem, In No Strange Land. അപ്പോൾ അടുത്ത ഭാഗം പറയുന്നത് മലയാളത്തിൽ പറയുന്നത് നമുക്ക് വായിക്കാം. മനസ്സിലാക്കലിന്റെ രണ്ടാമത്തെ സമീപനം അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിന്റെ രണ്ടാമത്തെ സമീപനം സൂചിപ്പിച്ചിരിക്കുന്നത് രണ്ടാം പടിയിലാണ്. വിശ്വസിക്കേണ്ടി വന്നു. എൻ്റെ ചില കത്തോലിക്ക സുഹൃത്തുക്കൾ രണ്ടാം പടിയെ പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അടുത്ത വാക്ക് മനസ്സിലാക്കലാണ്. ദൈവത്തെക്കുറിച്ച് അവ്യക്തവും കുഴയ്ക്കുന്നതുമായ ഒരാശയത്തിൽ നിന്ന് വ്യക്തവും കൃത്യവുമായ ഒരു ആശയത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ കരുതുന്നത് നമുക്കൊരു കാര്യം ഓർക്കണം. ദൈവത്തെക്കുറിച്ചുള്ള ധാരണയിൽ നമുക്ക് എന്തോ ഒന്നിന്റെ അഭാവമുണ്ട്. തൃപ്തികരമല്ലാത്ത എന്തോ ഒന്ന് ദൈവത്തെ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന് തുല്യമാണ്. പക്ഷെ നമ്മുടെ ധാരണ വളരും. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ അടുത്തിരിക്കുന്ന ബില്ലും അടുത്ത ഒഴിഞ്ഞ കസേരയിൽ ഡോക്ടർ ബോബിന്റെ ആത്മാവ് ഇരിക്കുന്നുണ്ടാവും. അവ ദൈവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പഴയ ജർമ്മൻ ചൊല്ലുണ്ട്, അതിവിടെ പ്രസക്തമാണ്. അതായത് നാമം എത്രമാത്രം ഒരു പഴയ ജർമ്മൻ പഴഞ്ചൊല്ലുണ്ട്, അതിവിടെ പ്രസക്തമാണ്. നാമം എത്രമാത്രം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നറിയുന്നവർ ചുരുക്കമാണ്. ബില്ലും ഡോക്ടർ ബോബും അത് ബോധ്യപ്പെടുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അജ്ഞേയവാദത്തിൽ ഒരു നിഷേധ സ്വഭാവമുണ്ട്. പത്രോസ് അപ്പോസ്തലന്റെ സമീപനം ഇതായിരുന്നു, കൊള്ളാം, ഞാനൊരു വിശ്വാസിയാണ്, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യേണ്ടതില്ല. പ്രൊട്ടസ്റ്റന്റുകാർക്കൊപ്പത്താനായിരുന്നു അവർ കുടി തുടരുന്നു. മറ്റുള്ളവരുടെ അനുഭവങ്ങളിലൂടെ വിശ്വാസം കരക്കിട്ടുറപ്പിക്കുന്ന മടിയന്മാർ അനുഗ്രഹീതരാണ്. അവർ കുറുക്കുവഴികൾ കണ്ടെത്തും. ഏയുടെ 2 ദശാബ്ദകാലത്തെ അനുഭവങ്ങൾ ലോകത്തിന് മുതലാക്കാം. ന്യൂമാൻ എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ പൊരുൾ നാം തന്നെ പുറത്തേക്ക് നോക്കിക്കാണുന്നതാണ്. ഡോക്ടർ ടൈബോട്ട് മനഃശാസ്ത്രപരമായി കാണുന്നത് വലിയ പ്രശ്നം നമ്മുടെ സ്വയം സ്നേഹം പുറത്തു വിടുമെന്നാണ്. വിശ്വാസം കഠിനമാണ്, എന്നാൽ സുബോധം പോലെ അത് എളുപ്പവുമാണ്. അത് നമ്മുടെ പുരോഗതി പ്രാപിക്കാത്ത ഏറ്റവും വലിയ സമ്പത്താണ്. എന്ത് അനുഭവം നാം അന്വേഷിക്കും? എന്ത് തരത്തിലുള്ള വിശ്വാസം നാം തേടും? മൂന്നാമത്തെ വാക്ക് ദൈവം ആയിരിക്കും. ബിൽ പണ്ട് എനിക്കൊരു കത്തയച്ചു, അതെന്റെ കയ്യിലുണ്ട്. ഒരു മധ്യാസക്തൻ അത്രമാത്രം ദൈവത്തിൽ ആശ്രയിക്കുന്നത് എന്നത് ഏയുടെ കാര്യമല്ല. അയാൾ ഒരു പള്ളിക്കാരനാണോ അല്ലയോ, ഏത് പള്ളിയിലാണ് അവൻ പോകുന്നത്, ഇതൊന്നും ഏയുടെ വിഷയങ്ങൾ അല്ല, ബിൽ പറയുന്നു. അയാൾ സൂചിപ്പിച്ചത് ഇതൊന്നും അംഗങ്ങളുടെ പ്രശ്നമല്ല, അത് ദൈവത്തിന്റെ പ്രശ്നമാണ്. ഏയുടെ കാര്യം 11ാം പടിയിൽ പറഞ്ഞിട്ടുണ്ട്. ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കുവാനും അത് നടപ്പിലാക്കാൻ ശക്തി ലഭിക്കുവാനും വേണ്ടി അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ ഹിതം എന്താണ് എന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ മുറിയിലിരിക്കുന്ന പകുതി ആളുകളെങ്കിലും
സുബോധത്തിലെത്താൻ വിഷമിച്ചതുപോലെ വിശ്വാസത്തിലേക്ക് എത്താൻ ഞാനും വിഷമിച്ചിട്ടുണ്ട്. എവിടെയാണ് തുടങ്ങേണ്ടത്? ദൈവത്തെ ഏറ്റവും അടുത്ത് ആവിഷ്കരിക്കുമ്പോൾ എന്തെങ്കിലും പറയേണ്ടത് ദൈവം എൻ്റെ അടുത്ത് എവിടെയാണ് എന്ന് ഫ്രാൻസിസ് തോംസൺ ഒരു കവിതയിലൂടെ ഉത്തരം നൽകുന്നു. ആ കവിതയുടെ പേര് ഇൻ നോ സ്ട്രേഞ്ച് ലാൻഡ് എന്നതാണ്. Does the fish soar to find the ocean? The eagle plunge to find the air? That we ask of the stars in motion, if they now have a rumor of there not where the wheeling systems darken, and our benumbed conceiving source, the drift of pinions would we hearken, beats of our own clay shuttered doors. മീനുകള് സമുദ്രം കാണാൻ വേണ്ടിയിട്ട് പറന്നു വരുന്നുണ്ടോ? കഴുകൻ വായുവിൽ ഊളിയിടുന്നുണ്ടോ? നാം ആരെങ്കിലും ചലിക്കുന്ന നക്ഷത്രങ്ങളോട് അവന്റെ വിവരം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ടോ? ഇരുടിലാകാത്ത പ്രപഞ്ചത്തിൽ ഉള്ളിലെ സങ്കല്പങ്ങൾ പറന്നു വീഴുന്നിടത്ത് ശ്രദ്ധിച്ചാൽ ആ തൂവലുകളുടെ പ്രവാഹം നിങ്ങളുടെ മൺവാതിലിൽ വന്ന് മുട്ടുന്നത് കേൾക്കാം. കവിതയുടെ മലയാളം പറയുന്നത്. We know 12 steps of men toward God. May I suggest God's 12 steps towards men as Christianity has taught them to me. The first step is described by St. John, the incarnation. The word was God, and the word became flesh and dwelt among us. He turned his life and his will over to the care of men as he understood him. The second step, 9 months later, closer to us in the circumstances of it, is the birth, the nativity. The third step, the next 30 years, the anonymous hidden life, closer because it is so much like our own. The fourth step, 3 years of public life. The fifth step, his teaching, his example, our Lord's Prayer. The sixth step, bodily suffering, including thirst on Calvary. The next step, soul suffering in Gethsemane. That's coming close. How well the alcoholic knows, and how well he knew humiliation and fear and loneliness and discouragement and futility. Finally, death, another step closer to us. And I think the passage where a dying God rests is in the lap of human mother is as far down as divinity can come, and probably the greatest height that humanity can reach. Down the age he came, closer to us, the head of a sort of Christians Anonymous, a mystical body laced together by his teachings. Whatsoever you do to the least of this, my brethren, so do you unto me. I can fill up what is wanting in the suffering of Christ. I was in prison, and you visited me. I was sick, and I was hungry, and you gave me to eat. The next step is the Christian church, which I believe is Christ here today. A great many sincere people say, I like Christianity, but I don't like churchanity. I can understand that. I understand it better than you do because I am involved in churchanity and it bothers me too. But actually, I think that sounds a little bit like saying, I do love good drinking water, but I hate plumbing. Now, who does like plumbing? You have people who like sobriety, but they won't take AA. And then the 11th step is several big pipelines or sacraments of God's help. And the 12 steps to me is the great pipeline or sacrament of communion. The word that was God because flesh and becomes our food, as close to us to the fruit juice and the toast and the coffee we had an hour ago. Oh, we know the story of an alcoholic flight from God and his movement toward him. Lord, give me sobriety, but not act. Lord, I believe, help though mine unbelief. I don't think there is an AA in this room who isn't worrying about one of these steps. Lord, let me make the step, but not act. The picture of the AA's quest for God, but especially God's loving chase for the AA, was never put more beautifully than in what I think is one of the greatest lyrics and odes in the English language. It was written by a narcotic addict
and alcohol is a narcotic. It's a poem by Francis Thompson called The Hound of Heaven. Let me just give you a few of the lines and I will sit down. അപ്പോൾ ദൈവത്തിലേക്കുള്ള മനുഷ്യന്റെ ഏഴയുടെ 12 പടികൾ നമുക്കറിയാം. ദൈവത്തിലേക്കുള്ള മനുഷ്യന്റെ 12 പടികളെ പറ്റി ക്രിസ്തുമത എന്നെ പഠിപ്പിച്ചത് ഞാനിവിടെ വിവരിക്കാം. 1-ാം പടി സെന്റ് ജോൺസ് ആണ് വിവരിച്ചിട്ടുള്ളത്. അത് മനുഷ്യാവതാരമാണ്. വചനം ദൈവമായിരുന്നു. വചനം മാംസമായി നമുക്കിടയിൽ അവതരിച്ചു. അവന്റെ ജീവിതവും ഇച്ഛകളും അവൻ മനസ്സിലാക്കിയ മനുഷ്യന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. 2-ാം പടി 9 മാസങ്ങൾക്ക് ശേഷം അവന്റെ ജനനവും ജന്മസ്ഥലവും ആണ് വിവരിക്കുന്നത്. 3-ാമത്തെ പടി അടുത്ത 30 വർഷവും ഒളി ജീവിതത്തെ കുറിച്ചാണ്. ഇത് നമ്മുടേതുപോലെ തന്നെയാണ്. 4-ാം പടി 3 വർഷത്തെ പരസ്യ ജീവിതവും. 5-ാം പടി അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങൾ, അദ്ദേഹത്തിന്റെ മാതൃക. നമ്മുടെ കർത്തൃ പ്രാർത്ഥന 6-ാം പടിയാണ്. ശാരീരിക പീഡനങ്ങളെ കുറിച്ചാണ് അത് വിവരിക്കുന്നത്. കാൽവരിയിലെ ദാഹത്തെക്കുറിച്ചും. അടുത്ത പടി ഗത്സമൻ തോട്ടത്തിലെ ആത്മപീഡയാണ്. അത് അടുത്തിരിക്കുന്നത് ഒരു കുടിയൻ അറിയുന്നത് പോലെ നിന്ദയും പരിഹാസവും ഏകാന്തതയും ഫലശൂന്യതയും അവന് നന്നായി അറിയാം. അവസാനം മരണം. നാം എത്തുന്ന അതേ പടി മരിക്കുന്ന ദൈവം. മാതാവിന്റെ മടിയിൽ മനുഷ്യൻ എത്തപ്പെടാവുന്ന പരമമായ ദിവ്യത്വം. യുഗങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും വരികയും ചെയ്യും. ഒരുതരം ക്രിസ്ത്യൻസ് അനോണിമസിന്റെ രൂപത്തിൽ അവന്റെ പ്രബോധനങ്ങളാൽ കോർത്തിണക്കപ്പെട്ട ഒരു നിഗൂഢ സംഘം ഏറ്റവും നിസ്സാരനായ ഒരുവന് ചെയ്യുന്ന സേവനം എനിക്കാണ് ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ സഹായം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ പറയാം. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു. ഞാൻ രോഗിയായിരുന്നു, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു. അടുത്ത പടി ക്രിസ്ത്യൻ ദേവാലയമാണ്. ക്രിസ്തു ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ധാരാളം പേർ പറയാറുണ്ട് ക്രിസ്ത്യാനിറ്റി എനിക്കിഷ്ടമാണ്, പക്ഷെ പള്ളികളെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. എനിക്കത് മനസ്സിലാകും, കാരണം ഞാൻ പള്ളികളുമായി ബന്ധപ്പെട്ട ഒരാളാണ്. അതും എന്നെ അലസോരപ്പെടുത്തുന്നുമുണ്ട്. ഞാൻ കുടിവെള്ളം ഇഷ്ടപ്പെടുന്നു, പക്ഷേ കുടിവെള്ളം എത്തിക്കുന്ന പ്ലംബിംഗ് പരിപാടി ചെയ്യാൻ എനിക്കിഷ്ടമല്ല. അതുപോലെയാണിത്. ആർക്കാണ് പ്ലംബിംഗ് ഇഷ്ടം? നിങ്ങൾ സുബോധം ഇഷ്ടപ്പെടുന്നു, പക്ഷേ സ്വീകരിക്കാനാവുകയില്ല. അതാണ് നിങ്ങൾ പറയുന്നത്. 11-ാം പടി ദൈവസഹായത്തിന്റെ അനേകം പൈപ്പ് ലൈനുകൾ അടങ്ങിയ ആത്മീയ ശുശ്രൂഷയാണ്. 12-ാം പടി എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പൈപ്പ് ലൈനാണ്. അത് പങ്കുവെക്കലിന്റെ ആത്മീയ ശുശ്രൂഷയാണ്. വചനം നമുക്ക് ദൈവവും, മാംസവും നമുക്ക് ഭക്ഷണവുമായി. നമുക്കത് ഫ്രൂട്ട് ജ്യൂസും ടോസ്റ്റും അല്പം മുൻപ് കഴിച്ച കാപ്പിയും പോലെ തന്നെയാണ്. മധ്യാസക്തന് ദൈവത്തിൽ നിന്ന് അകന്നു പോയതും അവൻ അവന്റെ അടുത്തേക്ക് മടങ്ങിയതും നമുക്കറിയാം. ദൈവമേ, എനിക്ക് സുബോധം തരണമേ, പക്ഷെ കിട്ടിയില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തെ തുണയ്ക്കണമേ. ഒരു പടികളിൽ ഒന്നിൽ ആശങ്കപ്പെടാത്ത ഒരു അംഗവും ഈ മുറിയിലില്ല എന്ന് ഞാൻ കരുതുന്നു. ദൈവമേ, ആ പടി ഞാൻ ചെയ്യട്ടെ. പക്ഷെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ചിത്രമാണ്, പക്ഷെ അതിലേറെ ദൈവം സ്നേഹമാണ്. അന്വേഷിക്കുന്ന ചിത്രമാണത്. അത് വളരെ മനോഹരമായി ഒരു നട്കോട്ടിക്കായ ആൽക്കഹോൾ ഒരു നട്കോട്ടിക്കാണ്. ഇംഗ്ലീഷ് കവി ഫ്രാൻസിസ് തോംസൺ സ്വർഗത്തിലെ വേട്ട നായ്ക്കൾ എന്ന പേരിൽ എഴുതിയിട്ടുണ്ട്. അതിലെ ചില വരികൾ ഞാൻ ഇരുന്നു കൊണ്ട് തന്നെ വായിക്കാം. വരികൾ ഇങ്ങനെയാണ്. I fled him down the nights and dawn the days. I fled him down the arches of the years. I fled him down the Liberian space of my own mind, and in the mindset of tears I hid from him, and under running laughter of vested hopes I sped, and shot precipitated adorn titanic glooms of chasement fears. From those strong feet that followed after, and there is his description of God, but with the unhurrying chase and unperturbed pace, deliberate speed, majestic instancy, they beat, and a voice beat, more instant than the feet. All things bitterly thee who betrayed me, and I will skip to. Now not shelters thee, who wilt not shelter me. And law not condemns this, who condemns not me. In the rush listing head of my young powers, I shook the pillaring hours, and pulled my life upon me, grimmed with the smears. I stand amid the dust of the mounted years. My mangled youth lies dead beneath the heap. My days have crackled and gone up in smoke, have puffed and
based a sun starts at a stream. Now the long chase comes to last to an end. That voice is round me like a basting sea. And the voice says in conclusion, and is the earth so marred, shattered in shade on shade, lo, all things fly thee, for those fits me, strange, piteous, futile thing. Wherefore should any set thee love apart, seeing none but I makes much note, he said. And human love needs human meriting. How hast thou merited? Of all men's clotted clay the distinguished clot, alack, thou knowest not. How little worthy of many love thou art, whom wilt thou find to love? Ignoble, they save me, save only me. And this I find consoling. All which I took from this I did take, not for the harm, but just that though my guest seeing mightest seek it in many my arms, all which their child mistake. Francis has lost. I have stored for this at home. Rise, clap my hand, and come. And the alcoholic or the non-alcoholic answers, halt by me that football. It's my gloom. After all, shade of his hand outstretched caressingly, and God's answers, O fondest, blindest, weakest, I am he of whom thou seekest, though there was dravest love from thee, who dravest me. Thank you. ഇതാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഒരു കവിതയാണ് അവസാനം അദ്ദേഹം വായിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഇതാ ദൈവത്തെക്കുറിച്ചുള്ളവർക്കും തിടുക്കമില്ലാതെ അനുധാവനം ചെയ്തു. ഇടറാത്ത കാൽവെപ്പുകൾ, സശ്രയം രാജകീയം, വേഗത്തിൽ അവർ ശബ്ദം കേൾപ്പിക്കുന്നു. തൽക്ഷണം കാലടികളെക്കാൾ എല്ലാം അങ്ങേ വഞ്ചിച്ചു. ആരാണ് എന്നെ അതിലും വഞ്ചിച്ചത്? ഞാൻ അടുത്തതിലേക്ക് പോകുന്നു. ആരും അങ്ങേക്ക് അഭയം തന്നില്ല, ആരും എനിക്കും അഭയം തന്നില്ല. നോക്കൂ, അവിടുന്ന് തൃപ്തനല്ല, എന്നെയും തൃപ്തനാക്കുന്നില്ല. എൻ്റെ യുവത്വത്തിന്റെ ഭോഗാസക്തിയിൽ നാഴികകളുടെ സ്തംഭങ്ങളെ ഞാൻ ഇളക്കി, രൂക്ഷഗന്ധങ്ങൾ എൻ്റെ ജീവിതത്തിന്മേൽ വിതറി. പൊട്ടിയടയ്ക്കപ്പെട്ട വർഷങ്ങളിൽ ഞാൻ പൊടിയിൽ നിന്ന് ചതിച്ചരയ്ക്കപ്പെട്ട എൻ്റെ യുവത്വം കുന്നുകൾക്കിടയിൽ കിടക്കുന്നു. എൻ്റെ നാളുകൾ പൊട്ടിപ്പുകഞ്ഞുപോയി. സൂര്യകളങ്കം പോലെ അവ പുകഞ്ഞുപോയി. ഓട്ടം അവസാനം നിലയ്ക്കുന്നു. കടലിരമ്പുന്ന ശബ്ദം എനിക്ക് ചുറ്റും കേൾക്കുന്നു. ശബ്ദം ഉപസംഹരിക്കുന്നു. അങ്ങയുടെ ഭൂമി നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഓട്ടക്കലം പോലെ അത് തകർന്നിരിക്കുന്നു. വസ്തുക്കൾ അങ്ങേ ഓടിക്കുന്നു, അങ്ങ് എന്നെയും ഓടിക്കുന്നു. ദയനീയം, നിഷ്ഫലം, അസാധാരണം. എന്തുകൊണ്ട് സ്നേഹം അങ്ങയെ അകറ്റുന്നില്ല? അതാരെയും കാണുന്നില്ല, ഒന്നിനെയും കാണുന്നില്ല. അവൻ പറഞ്ഞു, മനുഷ്യ സ്നേഹം മനുഷ്യനെ അളക്കണം. നീ എങ്ങനെ അളക്കപ്പെടുന്നു? എല്ലാ മനുഷ്യനും കളിമൺ കട്ട പിടിച്ചിരിക്കുന്നു. ക്ഷമിക്കണം, അങ്ങേക്കറിയില്ല അങ്ങയുടെ സ്നേഹം എത്ര നിസ്സാരം. ആരാണോ വാടിത്തളർന്നവൻ, സ്നേഹത്തിന് അർഹനല്ലാത്തവൻ, അങ്ങ് എന്നെ രക്ഷിക്കണം, എന്നെ മാത്രം. ഇവിടെ ആശ്വാസം കണ്ടെത്താം. ഞാൻ നിന്നിൽ നിന്ന് എടുത്തതെല്ലാം എടുത്തു, അങ്ങയെ ഉപദ്രവിക്കാനല്ല. കാരണം അത് അങ്ങ് എൻ്റെ കൈകളിൽ തേടും. അത് അങ്ങയുടെ കുട്ടിയുടെ തെറ്റാണ്. അത് നഷ്ടപ്പെട്ടു. ഞാനത് അങ്ങേക്ക് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. എന്നെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ വരിക. മദ്യാസക്തനോ അല്ലാത്തവനോ ഉത്തരം നൽകുന്നു. ആ കാൽപ്പാടുകൾ ഞാൻ തടയട്ടെ. ഞാൻ ഇരുളിലായിരിക്കുന്നു. സ്നേഹത്തോടെ അവന്റെ നീട്ടിയ കൈകൾ എനിക്ക് തണൽ ഏകിയിരിക്കുന്നു. ദൈവത്തിന്റെ ഉത്തരം, ഏറ്റവും സ്നേഹമുള്ളവൻ അവൻ അന്ധൻ, ക്ഷീണിതൻ. നീ അന്വേഷിക്കുന്ന അവൻ ഞാനാണ്. അവൻ നിന്നിൽ നിന്ന് സ്നേഹം അകറ്റി, അവൻ എന്നിൽ നിന്ന് അകന്നുപോയി. നന്ദി. ഇത് പറഞ്ഞുകൊണ്ടാണ് ഇത് അദ്ദേഹം അല്ലെങ്കിൽ ഫാദർ ഡൗളിങ് ഇത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ബിൽ ഡബ്ല്യു ആണ് അടുത്തത്. Bill, sitting just beyond rather is another man. We had all like to be like. I have been wondering how many hours some of us in this room, including me, have spent in criticizing the men of religion. Yet they have taught us all that we know of things spiritual. It is through Sam Schumacher that most of our spiritual principles have come. He has been the connecting link. It is what Abyss learned. Abyss learned
Abby learned from Sam and then told me that makes the connection between Sam, a man of religion, and ourselves. How well I remember that first day I caught sight of them with him. It was at a Sunday service in his church. In his church. I was still rather gun shy and different about churches. I can still see him standing there before the lectures. His utter honesty, his tremendous forthrightness struck me deep. I shall never forget it. I want to introduce Sam to you as one of the greatest channels, one of the prime source of influence that have gathered themselves together into that what is now as here he is. അപ്പോൾ ഡോക്ടർ സാം ഷുമാക്കറിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ബില്ല് പറയുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. ബിൽ, നാം ഇഷ്ടപ്പെടുന്ന മറ്റൊരാളാണ് ഫാദർ എഡിന്റെ അപ്പുറത്തിരിക്കുന്നത്. മതത്തിന്റെ ആളുകളെ വിമർശിക്കാൻ ഞാനടക്കം ഇവിടെ കൂടിയിരിക്കുന്ന പലരും അല്ലെങ്കിൽ ആളുകൾ എത്രയോ കാലം മെനക്കെട്ടു. എന്നിട്ട് ആത്മീയത എന്തെന്ന് അവർ നമ്മെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആത്മീയ തത്വങ്ങൾ മിക്കവാറും വന്നത് ഫാദർ സാം ഷുമാക്കറിലൂടെയാണ്. അദ്ദേഹമായിരുന്നു കൂട്ടിയിണക്കുന്ന കണ്ണി. പ്രധാനമായിട്ടും ആ കണ്ണിയിൽ നിന്നാണ് എബി ആത്മീയതയെ കുറിച്ച് പഠിച്ചത്. എബിയാണ് എന്നോട് പറഞ്ഞത് അതാണ് സാമുമായിട്ടുള്ള ബന്ധം. നാമും മതവുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിലൂടെയാണ്. ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കണ്ടത് ഓർമ്മിപ്പിക്കുന്നു. ഒരു ഞായറാഴ്ച അദ്ദേഹത്തിന്റെ പള്ളിയിൽ ഒരു ശുശ്രൂഷയിലായിരുന്നു. ഞാൻ അസ്വസ്ഥനും പള്ളിക്കാര്യങ്ങളിൽ ആശങ്കാകുലനുമായിരുന്നു. അദ്ദേഹം പ്രസംഗ പീഠത്തിന് മുമ്പിൽ നിൽക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. അദ്ദേഹത്തിന്റെ തികഞ്ഞ സത്യസന്ധതയും നേരെ വാ നേരെ പോ സ്വഭാവവും എന്നെ വല്ലാതെ സ്പർശിച്ചു. ഞാൻ അതൊരിക്കലും മറക്കില്ല. ഇന്ന് നാം കാണുന്ന നിലയിലേക്ക് എത്തിച്ച വലിയ സ്വാധീനത്തിന്റെയും വലിയൊരു സ്രോതസ്സിന്റെയും ഉറവിടം എന്ന നിലയിൽ ഞാൻ സാമിനെ നിങ്ങളെയൊക്കെ പരിചയപ്പെടുത്തുന്നു. ഇതാണ് അദ്ദേഹം. അങ്ങനെ അടുത്തത് സാം ഷുമാക്കറാണ് സംസാരിക്കുന്നത്. നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം. താങ്ക് യു. ശ്രീനു. താങ്ക് യു ഷുചേട്ടാ, താങ്ക് യു സോ മച്ച്.